അർജുൻ മണ്ണിനടിയിൽപ്പെട്ടിട്ട് ഇന്നേക്ക് 12-ാം ദിവസം. അവസാനമായി അദ്ദേഹം വീട്ടിലേക്ക് വിളിച്ചത് ജൂലൈ 16 ചൊവ്വാഴ്ച പുലർച്ചെ. അതിനുശേഷം ഒരു വിവരം തന്നെ വീട്ടുകാർക്ക് ലഭിച്ചില്ല. സോ എന്തായിരിക്കും അർജുൻ അവിടെ സംഭവിച്ചത്? ചെറിയ രൂപത്തിൽ നമുക്കൊന്ന് മനസ്സിലാക്കാം. ചൊവ്വാഴ്ച പുലർച്ചെ വിളിച്ചതിനു ശേഷം പിന്നീട് അർജുനെ കുറിച്ച് ഒരു വിവരവും ലഭിച്ചില്ല. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ശിരൂരിലെ മണ്ണിടിച്ചിലിനെ കുറിച്ച് കുടുംബം അറിയുന്നത്. ആദ്യം അവർ ചേവായൂർ പോലീസിൽ പരാതി നൽകി. അർജുന്റെ സഹോദരൻ അഭിജിത്തും സഹോദരി ഭർത്താവ് ജിതിനും ബന്ധു പ്രസാദും ട്രെയിൻ മാർഗം ശിരൂരിലേക്ക് പുറപ്പെട്ടു. എന്നാൽ ഇതിനു മുൻപ് തന്നെ ലോറി ഉടമയുടെ സഹോദരൻ മുബീനും ശിരൂരിലേക്ക് തിരിച്ചിരുന്നു. എന്നാൽ ശിരൂരിലെത്തിയ സംഘം കണ്ടത് വളരെ നിരാശാജനകമായ കാഴ്ചയായിരുന്നു. ഒരു പോലീസ് ജീപ്പും ഒരു മണ്ണുവാന്തി യന്ത്രവും മാത്രമായിരുന്നു അവിടെ സംഭവ സ്ഥലത്തുള്ളത്. തിരച്ചിൽ എന്നത് വെറും ഒരു പ്രഹസനം മാത്രമായിരുന്നു. എത്ര പേർ മണ്ണിനടിയിലുണ്ടെന്നോ എത്ര വാഹനം മണ്ണിനടിയിലുണ്ടെന്നോ ഒരു കണക്കും ഉണ്ടായിരുന്നില്ല. അവിടുത്തെ ദേശീയപാതയിലേക്കുള്ള ഗതാഗതം പുനഃസ്ഥാപിക്കുക എന്നുള്ള തിടുക്കമായിരുന്നു അധികൃതർക്കെന്ന് തോന്നുന്ന രീതിയിലായിരുന്നു അവിടെ ആദ്യഘട്ട മണ്ണെടുപ്പ് നടന്നത്. 30 കിലോമീറ്റർ ചുറ്റി കാടുകളിലൂടെ സഞ്ചരിച്ചാണ് അഭിജിത്തും സംഘവും ദുരന്ത ഭൂമിയിലെത്തിയത്. ഇതിനിടെ ഇവർ പോലീസ് സ്റ്റേഷനുകളിൽ കയറി ഇറങ്ങിയിരുന്നു. എന്നാൽ അങ്കോള പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരുവിധ സഹകരണവും സഹായവും ആദ്യഘട്ടത്തിൽ ലഭിച്ചിരുന്നില്ല. ഒടുവിൽ സഹോദരി അഞ്ജു കോഴിക്കോട് MP MK രാഘവനെ കണ്ട് പരാതി പറയുന്നു. ഇത് വാർത്തയിലും പരന്നു. എന്നാൽ അപ്പോഴേക്കും മണ്ണിടിച്ചിൽ കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞിരുന്നു. ആദ്യത്തെ പ്രതീക്ഷയുടെ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെട്ടിരുന്നു. രക്ഷാപ്രവർത്തനത്തിന്റെ സുവർണ സമയങ്ങൾ. ഇത് നഷ്ടപ്പെട്ടതിന്റെ വേദനയിലായിരുന്നു കുടുംബവും നാട്ടുകാരും. എന്നാൽ അർജുന്റെ കുടുംബത്തിന്റെ കണ്ണുനീർ കേരളക്കരയുടെ കണ്ണുനീരാക്കി മാറ്റി പ്രതിപക്ഷ നേതാവ് VD സതീശൻ, ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ തുടങ്ങിയവരുമായി ബന്ധപ്പെട്ടു. KC വേണുഗോപാൽ അഞ്ജുവുമായി സംസാരിച്ചു ഉറപ്പു നൽകി. MP അടക്കമുള്ള പ്രമുഖർ ഇതിൽ ഇടപെട്ടു തുടങ്ങി. എന്നാൽ ഇതോടുകൂടി കാര്യങ്ങൾക്ക് ഗൗരവം വർദ്ധിച്ചു തുടങ്ങി. കർണാടക ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഒരു തിരച്ചിലിന് തുടക്കം കുറിച്ചു. ഇതെല്ലാം കണ്ട് കർണാടക ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ഇതിൽ ആർക്കാണ് ഇടപാട്? ഡ്രൈവർക്കോ അതോ മണ്ണിനടിയിൽ കിടക്കുന്ന അർജുനോ? ഇതിനെല്ലാം നമുക്ക് ഒരു ഉത്തരം മാത്രമാണുള്ളത്. അവർക്കറിയില്ലല്ലോ ഒരുപാട് ചരിത്രങ്ങൾ സൃഷ്ടിച്ച മണ്ണാണ് അവന് ജീവൻ നൽകിയതെന്ന്. ഭൂമിയുടെ അടിവേര് പീതെടുത്ത പ്രളയത്തിന് മുന്നിൽ നെഞ്ചും പിടിച്ചു നിന്നവനാണ് കേരളക്കര മുഴുവനും. സോഷ്യൽ മീഡിയയെ കൺട്രോൾ റൂമുകളാക്കിയവർക്ക് സ്വന്തം കൂടപ്പിറപ്പിനെ കൈപിടിച്ച് കയറ്റാനുള്ള ചങ്കൂട്ടം കൊണ്ട് മാത്രമാണ്. കാരണം അകപ്പെട്ടവന്റെ മണ്ട കേരളമായി പോയി. സേവ് അർജുൻ.